ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ സംസ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത രണ്ട് ഫ്രോഡുകളെ എക്സ്പോസ് ചെയ്യാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതായത് ലോജിക്കലായിട്ട്, ഇപ്പോൾ വ്യക്തിപരമായിട്ട് നമുക്ക് ആരുമായിട്ട് വൈരാഗ്യമൊന്നുമില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് പോലും നമ്മൾ ലോജിക്കലി ഒരു വിഷയത്തെ ലോജിക്കലായിട്ട് നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് തിരിച്ചു മറുപടി പറയാനുള്ള ശേഷിയൊന്നുമില്ല ഇതിനകത്ത് ഇരിക്കുന്ന സാധനത്തിനില്ല. അങ്ങനെയുള്ള രണ്ടവന്മാർ വാ തുറന്നാൽ തെറി മാത്രമേ പറയത്തുള്ളൂ. കാരണം എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടില്ല, അല്ലാതെ വീഡിയോയിലൂടെ. അതായത് യവന്മാർക്ക് ഈ രണ്ടെണ്ണത്തിന് ഒന്നിനും കൊള്ളാത്തവന്മാരാണ് നമ്മളല്ല. അല്ല, അതായത് എന്താണ് ബോഡി ബിൽഡിങ് എന്താണെന്ന് യവന്മാർക്ക് അറിയത്തില്ല. ബോഡി ബിൽഡിങ് ആരാണ് തുടങ്ങിയത്, ബോഡി ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടിങ് ഫാദർ ആരാണ്, ബോഡി ബിൽഡിങ് എന്ത് ലക്ഷ്യത്തോടെയാണ് ലോകത്ത് കൊണ്ടുവന്നത്, ഇതൊന്നും ഒരു കുന്തം അറിയത്തില്ല. ഈ ആട്ടും പറ്റം പോലെ എല്ലാവരും മരുന്ന് കുത്തുന്നു അതുകൊണ്ട് ഞാനും കുത്തുന്നു എന്ന് പറഞ്ഞ് പോകുന്നവന്മാരാണ് യവന്മാർ മൊത്തം. കാരണം ഈ ജിമ്മിൽ പോകണ ആരോടത്തെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ മതി. ഞാൻ പറയുന്നതിന് മുമ്പേ ആർക്കും അറിയത്തില്ല. ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ കുർണോൾഡും റാണി കോൾമാനും ഞാൻ വീഡിയോ ചെയ്തപ്പോഴാണ് യൂജിൻ സാൻ്റെതൊക്കെ ഇവിടെയുള്ളവന്മാർ ജീവിതത്തിൽ കേൾക്കുന്ന പോലും. കാരണം ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് ആരാണ് കണ്ടെത്തിയതെന്നും അതെങ്ങനെ ഉണ്ടായി അതിൻ്റെ A to Z കാര്യങ്ങൾ കംപ്ലീറ്റ് മനസ്സിലാക്കിയിട്ട് ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് പറയാറുള്ളൂ. അപ്പോൾ യവന്മാർ എന്നെ നേരിട്ടല്ല, ഇപ്പോൾ എന്നെക്കുറിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലുള്ള പല ആളുകൾ യവന്മാർക്ക് മെസ്സേജൊക്കെ അയച്ചപ്പോൾ അവരടുത്ത് യവന്മാർ എന്നെക്കുറിച്ച് പറയുന്നതാണ് ഞാൻ ഇന്ന് എക്സ്പോസ് ചെയ്യാൻ പോകുന്നത്. അതായത് യവന്മാർ ഈ പ്രത്യേകിച്ച് യാസർ എന്ന് പറയുന്നവൻ യവൻ പമ്മി ഇരുന്ന് നല്ലവനായിട്ട് അഭിനയിച്ചിരിക്കും. പക്ഷേ യവൻ്റെ യഥാർത്ഥ തനിക്കുണം ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിരുന്നു. അത് ഇനി ഒന്നുകൂടെ ഞാൻ കേൾപ്പിക്കുക, എല്ലാവരും അത് കണ്ടു കാണത്തില്ല. അപ്പോൾ യവന്മാർക്ക് രണ്ടുപേർക്കും സംസ്കാരം ഇല്ല എന്നുള്ളത് ഈ വീഡിയോ തന്നെ ഞാൻ എക്സ്പോസ് ചെയ്ത് തരാം. അതായത് യവന്മാരെക്കുറിച്ചൊക്കെ എൻ്റെ അടുത്ത് ബ്രോ സോളമൻ അത് എന്നെക്കുറിച്ച് അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ യവന്മാരെക്കുറിച്ച് ഒരു തെറി വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അവന്മാർ ഇതിനകത്ത് ശേഷിയില്ലാത്ത മണ്ടന്മാരാണെന്ന് പറഞ്ഞു വിട്ട്. കാരണം അവന്മാർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിവില്ല. ഈ ബോഡി ബിൽഡിങ്ങിനെ കുറിച്ചോ അതിൻ്റെ ഇതിനെക്കുറിച്ചൊന്നും അറിവില്ല. അവന്മാർ ചെയ്യുന്ന എന്തോ വലിയ സംഭവം എന്ന് വിചാരിക്കുന്ന രണ്ട് മണ്ടന്മാരായിട്ടാണ് ഞാൻ പറഞ്ഞത്. യവന്മാർ എന്നെ തെറി പറഞ്ഞിട്ടില്ല. പക്ഷേ യവന്മാർ എന്നെക്കുറിച്ച് പറഞ്ഞ തെറി കണ്ട. കാരണം യവന്മാർക്ക് ഒരിക്കലും ഇതുകൊണ്ട് എന്നെ ജയിക്കാൻ പറ്റത്തില്ല. ഇനി ഇവിടെയുള്ള മൊത്തം എണ്ണവും എടുത്ത് അവന്മാരുടെ തലച്ചോറ് മൊത്തം കൂട്ടിച്ചേർത്ത കപ്പാസിറ്റി ഉള്ള ഒരു സൂപ്പർ തലച്ചോറ് ഉണ്ടാക്കിയാൽ പോലും എൻ്റെ ഈ ബ്രെയിനിനെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. അസാമാന്യ ചിന്താശേഷിയാണ്. ഞാൻ എന്ത് തിരിച്ചു പറയുമെന്നൊക്കെ യവന്മാർക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഒരിടത്തും ചെന്ന് നോക്കണ്ട. ഇപ്പോൾ ഹൈറ്റിൻ്റെ കാര്യം തന്നെ പറഞ്ഞില്ലേ. കാരണം ലോകത്ത് ആദ്യം ഷോക്കായി പോകുന്ന മറുപടിയാണ് എൻ്റെത്. കാരണം എല്ലാവരും ഹൈ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതിനെ പൊളിച്ചെടുക്കും. എനിക്കൊരു ഗൂഗിളും വേണ്ട, അല്ലെങ്കിൽ ഒരു ഇതും വേണ്ട. അതിലൊക്കെ പറയും ഹൈറ്റ് ഉള്ളത് ഹൈ ക്വാളിറ്റി എന്നായിരിക്കും എല്ലാവരും പറയുന്നത്. അപ്പോഴും എൻ്റെ ചിന്താശേഷി കൊണ്ട് ഞാൻ പൊളിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ ഒരാളാണ്. അപ്പോൾ അതാണ് യവന്മാരുടെ ദേഷ്യം. യവന്മാർക്ക് ഒരിക്കലും ഈ ശേഷി കൊണ്ട് എന്നെ ജയിക്കാൻ പറ്റത്തില്ല. അതുപോലെ പ്രവൃത്തി കൊണ്ട് ചലഞ്ച് കൊണ്ടും ജയിക്കാൻ പറ്റത്തില്ല. ഒരു ചലഞ്ച് കൊടുത്തപ്പോൾ കണ്ടല്ലോ. അപ്പോൾ അതാണ് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഈ യാസർ മാസ്റ്റർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലുള്ള ഒരാൾ അവന് മെസ്സേജ് അയച്ചപ്പോൾ ഒരു വേറെ ഒന്നുമല്ല, റാൻഡമായിട്ട് ഈ സ്റ്റെറോയിഡിൻ്റെ അബ്യൂസിനെ കുറിച്ചും നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുട്ടൻ തെറിയാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ മറ്റേ ബീപ്പ് സൗണ്ട് കേട്ടിട്ട് അതിങ്ങനെ കേൾപ്പിക്കുക, തെറി കേൾപ്പിക്കുന്നില്ല. കാരണം യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് വയലേഷൻ ആ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ യാസർ മാസ്റ്ററിൻ്റെ അതും ഈ തെറിയുടെ കാര്യമാണ് കോമഡി. ഇവന് നാക്ക് മറ്റേ സ്റ്റെറോയിഡ് കുത്തി നാക്കും കുഴഞ്ഞു എന്ന് തോന്നുന്നു. തെറി വിളിക്കാൻ പോലും പറ്റുന്നില്ല. തച്ചോളി കേൾപ്പിക്കുക. അയ്യോ എടാ ഓനും മയിലാണ്. ഈ അരൂടെന്ന് പറഞ്ഞ ഊളുണ്ടല്ലോ ചെറ്റ, ഓനും മയിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഓനും മയിലാണ്. മനസ്സിലായില്ലേ? ആ എല്ലാ സ്റ്റീറോയിഡും സപ്ലിമെന്റ് കുത്തിങ്ങാണ്ട് കാളം കണ്ടില്ലേ? അതായത് ഞാൻ സ്റ്റെറോയിഡും സപ്ലിമെൻ്റൊക്കെ കുത്തി വെക്കുന്ന ആളാണത്. കാരണം എൻ്റെ ഈ നാച്ചുറൽ ബോഡി കണ്ടിട്ട് യവന്മാർ അപ്പം തന്നെ ആലോചിച്ച് നോക്ക്. യവന്മാർക്ക് അറിയാം ഇതിൻ്റെ അർത്ഥം എന്താണ്. യവന്മാർക്ക് രണ്ടുപേർക്കും അറിയാം ഈ സ്റ്റെറോയിഡും സപ്ലിമെൻ്റൊന്നും ഇല്ലെങ്കിൽ ഇവനൊക്കെ വെറും പട്ട പൂജ്യമാണ്. യവന്മാർ മൊത്തം കപടന്മാരും കള്ളന്മാരുമാണ്. ഇവൻ്റെയൊക്കെ ബോഡിയും സ്ട്രെങ്തും എല്ലാം ഫേക്കാണ്. വെറും ഇഞ്ചക്ഷൻ്റെ ബലം മാത്രമാണ്. എൻ്റെത് നാച്ചുറലാണ്, സത്യസന്ധതയാണ്. അതായത് സത്യസന്ധതയും സത്യവും അസത്യവും തമ്മിലുള്ള ഫൈറ്റാണിത്. പിടികിട്ടിയില്ലേ? വീണ്ടും ആവർത്തിക്കുന്നു, ഹിന്ദുമത വിശ്വാസപ്രകാരം എന്താണ് ഉന്നതമായ സംസ്കാരം,
അനേകം പൂർവജന്മങ്ങളിലൂടെ ഓരോരുത്തരും ശരിയായ കർമ്മം ചെയ്താണ് അവൻ ഉന്നത സംസ്കാരമുള്ള ഒരു ജനനം കിട്ടുന്നത്, ഒരു ജന്മം കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ സംസ്കാരം ഇല്ലാത്തവന്മാർ എല്ലാ തലമുറയിലും നല്ല കർമ്മം ചെയ്യൂല. അതായത് ഈ ചീത്ത കർമ്മങ്ങൾ ചെയ്ത് റിപ്പീറ്റ് അടിച്ച് സംസ്കാരശൂന്യരായിട്ടിരിക്കുക. അതാണ് ഇവൻ്റെയൊക്കെ ഈ പെരുമാറ്റം. ഉണ്ടാ ഇവൻ്റെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന വിഷം കണ്ട. മറ്റേ ആളുകൾ പറയുമല്ലോ യാസർ പാവം, കുറെ എണ്ണം സപ്പോർട്ട് ചെയ്യാൻ പറ്റും. യാസർ ശുദ്ധനാ കിഴങ്ങിനാണോ വിളിപ്പിക്കരുത് എന്നെ കൊണ്ട്, ശുദ്ധനെന്ന് ഇതാണോ പറയുന്നത്. എടാ എന്തെങ്കിലും നട്ടലുണ്ടെങ്കിൽ ഈ തലച്ചോറ് കൊണ്ട് നിനക്കൊന്നും ഒരുത്തനും എന്നെ ജയിക്കാൻ പറ്റത്തില്ല മോനെ. ഇത് ബ്രെയിനേ, ഇത് വേറെയാണ്. എൻ്റെ കാണാതെ പഠിച്ചതല്ല, ഇത് കപ്പാസിറ്റി വേറെയാണ്. ഞാൻ ചിന്തിക്കുന്നതൊക്കെ നീയൊക്കെ 100 ജന്മം ചിന്തിക്കാൻ പറ്റത്തില്ല. നീയൊക്കെ ഞെട്ടിപ്പോവുക, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമല്ലോ ഒരാൾ. ആ രീതിയിലുള്ള ആളാണ് ഞാൻ. അപ്പം എൻ്റെ തലച്ചോറിനെ പേടിച്ചിട്ടാണ് ഇവന്മാരൊന്നും വാറക്കാത്തത്. തെറി മാത്രമേ വിളിക്കുകയുള്ളൂ. എൻ്റെ ലോജിക്കിനെ, എൻ്റെ യുക്തിനെ പൊളിച്ചെടുക്കാൻ 100 ജന്മം വിചാരിച്ച അവൻ്റെയൊക്കെ ഇതിനകത്തിരിക്കുന്ന സാധനത്തിന് ശേഷി വരത്തില്ല. ഞാൻ സ്റ്റീറോയിഡല്ല, അവന് ലോകത്തിലെ പക്ക ഫ്രോഡാണ്. മനസ്സിലായ? ഈ ലോകത്തിലെ പക്ക ഫ്രോഡാണ്. എന്തായാലും ഈ കാര്യത്തിൽ ചോളമന് കുറച്ച് അന്തസ്സുണ്ട്. ഈ കാര്യത്തിൽ, അതായത് നുണ പറയുന്ന കാര്യത്തിൽ യവൻ, അതായത് ലോകത്താരും ഞാൻ സ്റ്റെറോയിഡ് അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടാ. എല്ലാവർക്കും അറിയാൻ ഞാൻ നാച്ചുറൽ ആണെന്ന്. പിന്നെ ഈ മിസ്റ്റർ കേരളയോ ഇതൊക്കെ അടിക്കുന്ന കുറേ എണ്ണം പറയുന്നു ഇല്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അവന്മാർക്ക് അറിഞ്ഞുകൂടാ. അവന്മാർ ഇഞ്ചക്ഷൻ എടുത്ത വീക്ക് ബോഡിയാണ്. അവൻ യൂജിൻ സാൻഡയുടെ, ഇപ്പോൾ ആധുനിക യൂജിൻ സാൻഡ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാൻ എൻ്റെ പ്രൈമിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. യൂജിൻ സാൻഡയുടെ അതേ ഫിസിക്ക് നാച്ചുറലായിട്ട് ഉണ്ടാക്കിയ ആളാണ്, ഉണ്ടാക്കാൻ കഴിവുള്ള ആളാണ്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ സ്റ്റെറോയിഡ് അന്ന് ഇത്ര എന്നിട്ട് വേറൊരു വീഡിയോ പറഞ്ഞത് ഞാൻ സ്റ്റെറോയിഡ് ഉപയോഗിക്കുന്നതിന് തെളിവുണ്ടെന്ന്. അപ്പോൾ ബുദ്ധിയുള്ള ആർക്കെങ്കിലും അറിയാമോ എൻ്റെ ഈ ബോഡി സ്റ്റെറോയിഡാണോ അല്ലേ എന്ന്? അപ്പോൾ എൻ്റെ പ്രൈമൊക്കെ കണ്ട അവനൊക്കെ ഓടുമില്ല. കാരണം ഈ മണ്ടന്മാർക്ക് ഞാൻ ഒരു ADF ഡയറ്റൊക്കെ തുടങ്ങിയല്ലോ, അതിനെക്കുറിച്ചൊന്നും യുവമാർക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ ലോങ്വിറ്റി ഫോക്കസ് ചെയ്ത് പോയി. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഡയറ്റ് വേറെയാണ്, മസിൽ മാസൊക്കെ ലോസായി. എന്നിട്ട് വീണ്ടും പഴയ പ്രൈമിലോട്ട് വന്നു. അപ്പോൾ അത് കണ്ടിട്ടായിരിക്കും മണ്ടന്മാർ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, എവനറിയാം എവനൊക്കെ സ്റ്റെറോയിഡ് ഉപയോഗിക്കാതെ എവനൊന്നും ഒരു കഴിവുമില്ല. മനസ്സിലായില്ലേ? എവൻ്റെയൊക്കെ മസിൽ ഫുൾ ഫേക്ക് മാത്രമാണ്. ഇഞ്ചക്ഷൻ, വിത്തൗട്ട് ഇഞ്ചക്ഷൻ എവനൊക്കെ ബിഗ് സീറോയാണ്. അതിൻ്റെ തെളിവാണ് ഞാൻ സ്റ്റെറോയിഡ് എന്ന് പറയുന്നത്. കാരണം എവൻ നോക്കുമ്പോൾ ഇങ്ങനത്തെ ബോഡി എവനൊക്കെ 500 ജന്മം മാറി ജനിച്ചാലും ഉണ്ടാക്കാൻ പറ്റത്തില്ല, പിടി കിട്ടി. അപ്പോൾ ഈ സംസ്കാരം ഇല്ലാത്ത എവൻ്റെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന തനി സ്വഭാവമാണ് ഇപ്പം എന്നെ ഈ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ സ്റ്റെറോയിഡ് ഉപയോഗിക്കും, ഞാൻ ഫ്രോഡാണെന്ന്. അതായത് ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ് വേറെ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. അത് യവൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവന് സ്മരണ ഉണ്ടാ, സ്മരണ. ഈ യാസർ എന്ന് പറയുന്ന ഭൂലോക ഫ്രോഡിന്, സംസ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവന് യവനാണ് എന്നെക്കുറിച്ച് പച്ച കള്ളങ്ങൾ പറയുന്നത്. പിടികിട്ടിയില്ലേ? അതുമാത്രമല്ല യവന് സ്മരണയുണ്ട്. അതാണ് ഞാൻ പറയാൻ വന്നത്. അതായത് യവൻ ആരറിയോടോ? ഈ യാസർ എന്ന് പറയുന്നവൻ ആരറിയും? എൻ്റെ എച്ചിലാണ് എവൻ്റെ പബ്ലിസിറ്റി. അതായത് എന്നെ റിയാക്ട് ചെയ്താണ് 10 ആളെ അവൻ അറിഞ്ഞ പോലും. അതിൻ്റെ സ്മരണ എന്താ? എവൻ്റെ ചാനൽ 300 സബ്സ്ക്രൈബേഴ്സ് ഇതിൻ്റെ കിടന്നതാണ് എന്നെ റിയാക്ട് ചെയ്യുമ്പോൾ. ഇപ്പോൾ 7000 ആയി. ഞാൻ കാരണം. അല്ലാതെ സ്വന്തമായിട്ട് അവന് വീഡിയോ ഇട്ട് കയറി വരാനുള്ള ഒരു കഴിവുമില്ല. എന്നെ മെൻഷൻ ചെയ്ത് എന്നെ റിയാക്ട് ചെയ്തപ്പോഴാണ് 4 ആൾ എവനെ അറിഞ്ഞത്. അതായത് എവൻ്റെ പബ്ലിസിറ്റി എൻ്റെ എച്ചിലാണ്, എൻ്റെ ഔദാര്യം മാത്രമാണ്. അത്രയേ ഉള്ളൂ. അതും കൂടെ തിരിച്ചറിയണം. ഓനാണ് ഈ ലോകത്തിൽ പക്ക ഫ്രോഡ്. ഓനക്ക് എന്താ സമൂഹത്തിന് വേണ്ടി എന്താണ്ട് അവൻ ഉണ്ടാക്കിയത്? സമൂഹത്തിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്തതെന്ന് ഇത്രയും വർഷം, അത് ഇതിനുത്തരം ഞാനല്ല പറയണ്ടേ. അത് എന്നെ കേൾക്കുന്ന നിങ്ങളാണ് പറയേണ്ടത്. അത് സമൂഹമാണ് പറയേണ്ടത്. ഇതിനുള്ള ഉത്തരം ഞാനല്ല, സമൂഹമാണ് പറയേണ്ടത്. യവൻ എന്താണ് ചെയ്തത്? ശരി, എൻ്റെ വിഷയം വിടാം, അത് നിങ്ങൾ പറഞ്ഞോ. സമൂഹത്തിന് വേണ്ടി യവൻ എന്താ ചെയ്യുന്നത്? ഒരു ഊത്ത ഇഞ്ചക്ഷനും എടുത്ത് കുണച്ച ഊത്ത മസിൽ ഉണ്ടാക്കിയതാണോ അവൻ സമൂഹത്തിന് വേണ്ടി ചെയ്തത്? ബോഡി ബിൽഡിങ് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. എന്നിട്ട് ന്യായീകരിക്കുന്ന ഞാനാണ് ഫൈറ്റർ. കാരണം എന്നെപ്പോലെ യുവമാർക്കെതിരെ നിന്ന ഒരാളും ഇല്ല പിടികിട്ടിയ. എന്താണ് ചെയ്തതെന്ന് അതിനുള്ള ഉത്തരം നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ഞാൻ എന്താണ് ഇത്രയും വർഷം ചെയ്തതെന്നുള്ളത്. പിന്നെ കുറേ ഒന്നിനും കൊള്ളാത്തവന്മാർ. കാരണം എൻ്റെ അടുത്ത് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത, അതായത് എൻ്റെ ADF ബോഡിയുടെ അടുത്ത് പോലും 5 നേരം നിന്നിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്തവന്മാരുണ്ട്. അത് കുറേ അസൂയ പിടിച്ചവന്മാർ. അവിടെ കിടന്ന മൂലയെ കിടന്ന് കരഞ്ഞോളും. ഇപ്പോൾ പ്രൈമിലോട്ട് വന്നുകൊണ്ടും കൂടെ ഇരിക്കുകയാണല്ലോ, അതുകൂടെ ആകുമ്പോൾ തീർന്നോളും. കാരണം അതങ്ങനെയാണല്ലോ, ഒരേ മേഖലയിൽ കുറേ എണ്ണം ശ്രമിക്കും. നോക്കുമ്പോൾ എൻ്റെ പ്രൈമും എൻ്റെ ലെവലൊന്നും ഒരുത്തിനും എത്താൻ പറ്റത്തില്ല. അത് ഈ ശേഷി കൊണ്ടായാലും ബോഡി കൊണ്ടായാലും പേഴ്സണാലിറ്റി കൊണ്ടായാലും. അപ്പോൾ അവിടെ ഇരുന്ന് അസൂയ കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. അതിന് സാധാരണ കാര്യം. കഴിവില്ലാത്തവൻ കഴിവുള്ളവനെ നോക്കി മറ്റേ കരഞ്ഞുകൊണ്ടിരിക്കും ഒരു സൈഡിൽ. അത്രയേ ഉള്ളൂ. ഓൻ എന്താണ് ഉണ്ടാക്കിയത്? വെറുതെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് കണ്ട്
ഓൻ ഞാൻ എന്താണ് ഉണ്ടാക്കിയത്? വെറുതെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിക്കൊണ്ട്. എടാ ഊളെ നിന്നെ ആരടാ അറിഞ്ഞത്? നിന്നെ 10 പേര് അറിഞ്ഞ എൻ്റെ ഔദാര്യത്തിലല്ലേ? അറിയാലോ നിങ്ങൾക്ക്. ഇവൻ ആരറിയും? ഇവിടെ ഞാൻ നാച്ചുറൽ സ്ക്വാഡ് അല്ലാതെ ഈ യാസർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഞാൻ വഴിയാണ് അവൻ അറിയപ്പെട്ടത്. എത്ര പേരെന്നറിയാമോ? എത്ര പേര് യുവമാർക്കെതിരെ എൻ്റെ അടുത്ത് തന്നെ ഒന്ന് പറഞ്ഞ് ബ്രോ ഫുൾ സപ്പോർട്ട്, എവനെയൊക്കെ എക്സ്പോസ് ചെയ്യണം, എവനെയൊക്കെ വിചാരം എവനെയൊക്കെ കുറേ സ്റ്റെറോയിഡ് അടിച്ച് നടക്കുന്നവൻ താങ്ങും. പൊതുസമൂഹം മൊത്തം യുവമാർക്ക് എഗെയിൻസ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ 100 കണക്കിന് ആളുകളാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. യുവമാരെ എക്സ്പോസ് ചെയ്യണം ബ്രോ, ഫുൾ സപ്പോർട്ട് എന്ന് പറഞ്ഞ് പൊതുസമൂഹം മൊത്തം എൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. 4 സ്റ്റെറോയിഡ് അടിച്ച കുറേ എണ്ണം കമൻറ്റ് കിടന്ന് കുറേ എന്നെ, അതായത് ഈ സ്റ്റെറോയിഡ് അടിച്ച് ഫേക്ക് ഇഞ്ചക്ഷൻ എടുത്ത് കൃത്രിമ മസിൽ ഉണ്ടാക്കുന്നവനാണ് എന്നെ എതിർക്കുന്നത്. ഞാൻ നിലകൊള്ളുന്ന യഥാർത്ഥ ബോഡി ബിൽഡിങ്ങിനാണ്. ബോഡി ബിൽഡിങ്ങിൻ്റെ പിതാവിനോട് എനിക്കൊരു കടപ്പാടുണ്ട്. ബോഡി ബിൽഡിങ്ങിൻ്റെ പിതാവായിട്ടുള്ള യൂജിൻ സാൻഡർ, ആ മനുഷ്യനോട് എനിക്കൊരു കടപ്പാടുണ്ട്. ആ മനുഷ്യൻ നാച്ചുറലാണ്. ബോഡി ബിൽഡിംഗ് ലോകത്ത് കൊണ്ടുവന്നത് ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു അസ്തറ്റിക്സ് രൂപവും സിമിട്രിയും ആരോഗ്യവും നിലനിർത്താനാണ്. ആ വരി ഓർക്കണം, ആരോഗ്യം, ഹെൽത്ത്. അതായത് ബോഡി ബിൽഡിംഗ് കൊണ്ടുവന്ന് സമൂഹത്തിലെ യുവാക്കളെ ആരോഗ്യവാന്മാരായിട്ട് ഇരിക്കാൻ പ്രൊമോട്ട് ചെയ്യുക. ഇന്നുള്ള എവൻ്റെയൊക്കെ ഇതിന് ആരോഗ്യത്തിന് എന്തെങ്കിലും വിലയുണ്ടോ? കുറേ ഫേക്ക് മസിൽ ഉണ്ടാക്കുന്നതായി മാറി. അപ്പോൾ ബോഡി ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടിങ് ഫാദർ ആയിട്ടുള്ള യൂജിൻ സാൻഡയോട് എനിക്ക് കടപ്പാടുണ്ട്. അദ്ദേഹമാണ് ഫൗണ്ടിങ് ഫാദർ. അപ്പോൾ അദ്ദേഹത്തെ പോലെ മനുഷ്യരി ബോഡി ബിൽഡിംഗ് ഷോ കൊണ്ടുവന്ന ഒരു ലക്ഷ്യമുണ്ട്. സമൂഹത്തിലുള്ള യുവാക്കളെ ആരോഗ്യവാന്മാരാക്കാൻ പ്രൊമോട്ട് ചെയ്യുക. 2, നാച്ചുറലായിട്ട് ബോഡിയുടെ ബ്യൂട്ടി മാക്സിമം നാച്ചുറലായിട്ട് ബിൽഡ് ചെയ്യുക. അതിലോട്ടാണ് ബോഡി ബിൽഡിങ്ങിൻ്റെ പിതാവ് എന്താണോ കൊണ്ടുപിടിച്ച അതിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ ആളാണ് ഞാൻ. എന്നെ എതിർക്കാൻ ആരടാന്നാണ് ചോദ്യം. ബോഡി ബിൽഡിങ്ങിൻ്റെ പിതാവ് യൂജിൻ സാൻഡർ എന്തിനാണോ ബോഡി ബിൽഡിങ് കൊണ്ടുവന്നത് ആ കാര്യം, ബോഡി ബിൽഡിങ്ങിൻ്റെ പിതാവ് കൊണ്ടുവന്ന കാര്യം തിരിച്ച് യഥാർത്ഥത്തിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളാണ് ഞാൻ. എന്നെ എതിർക്കാൻ ആരുണ്ട്? അല്ലെങ്കിൽ മോഡേൺ യൂജിൻ സാൻഡർ എന്ന് വേണമെങ്കിൽ എന്നെ പറയാം. അത്രയേ ഉള്ളൂ. കാരണം അദ്ദേഹം യൂജിൻ ഫാദർ ഓഫ് ബോഡി ബിൽഡർ ഉണ്ടാക്കി വെച്ചത് മൊത്തം ഈ സംസ്കാര ശൂന്യരായിട്ടുള്ള ഇതുപോലുള്ളവന്മാർ നശിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്യൂരിറ്റി, ബോഡി ബിൽഡിങ്ങിൻ്റെ യഥാർത്ഥ പ്യൂരിറ്റിയിലോട്ട് അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ആളാണ് ഞാൻ, ഈ തലമുറയുള്ള. മനസ്സിലായില്ലേ? എല്ലാ സപ്ലിമെൻറ്റും സ്റ്റീറോയിഡും കുത്തി വെച്ച് കെട്ടിങ്ങാണ്ട് ബോഡി ഉണ്ടാക്കിങ്ങാണ്ട് ചില സമയത്ത് അവർ നല്ല സൈസ്, ചില സമയത്ത് ഉണങ്ങി കിടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞ് IIDF ഡയറ്റ് എടുത്താണ് ഈ മണ്ടം പറയുന്നത്. ഇതിനകത്തൊരു ശേഷി എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കണ്ട. ഒന്നിനും ഇല്ലാത്തവനെ വാർന്ന് കുണകുണാന്ന് അടിക്കുന്ന കണ്ടില്ലേ? അത് ഞാൻ സ്റ്റെറോയിഡ് ഇതൊക്കെ കുത്തിയെന്ന്. കാരണം എന്തായാലും ചോളവൻ മറ്റവൻ പറഞ്ഞിട്ടില്ല ഈ ഒരു കാര്യത്തിൽ. ചില സമയത്ത് നല്ല സൈസ്, ചില സമയത്ത് ഉണങ്ങിയെടുക്കണേ. ഏത് പ്രൊഫഷനാണോ നീ? ഏത് പ്രൊഫഷനാണോ? എന്ത് പ്രൊഫഷനാ? നിനക്ക് ബോഡി ബിൽഡിംഗ് എന്തെന്നറിയോ? പ്രൊഫഷനാ? എൻ്റെ മറ്റേ സാമാന ഇഞ്ചക്ഷൻ കുത്തുന്നതാണ് പ്രൊഫഷൻ എന്ന്. പ്രൊഫഷനല്ല. എൻ്റെ വായിൽ തെറിയേൽപ്പിക്കരുത്. എൻ്റെ സംസ്കാരം ഇല്ലാത്തവന്മാരായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം ഇതാണല്ലോ പറയുന്നത്. നിങ്ങൾ ചോദിച്ചു നോക്കി യുവമാരെ കുറച്ച് മുമ്പ്, അതിനുശേഷം ഞാനും കുറച്ച് തെറി വിളിച്ചിട്ടുണ്ട് യുവമാരെയൊക്കെ. അങ്ങനെ യുവമാരെ വിളിച്ച പോലെ ഭയങ്കര തെറിയൊന്നുമല്ല, ലൈറ്റ് തെറികളൊക്കെ. രണ്ടാമത്തെ കാര്യം, അതിന് മുമ്പ് ഇപ്പോൾ എൻ്റെ അടുത്ത് യുവമാരെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇപ്പോൾ ചോദിച്ചു ബ്രോ ജോളമനെ കുറിച്ച് ജോളമൻ അത് പറഞ്ഞു, യാസർ ഇത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്താ അവന്മാർ മണ്ടന്മാർ, അത്രയേ ഉള്ളൂ. അല്ലാതെ യുവമാരെ പോലെ ഈ വിഷമുള്ളിൽ അടക്കി വെച്ച് തെറിയെന്ന് ഞാൻ വിളിച്ചത്. അത് എൻ്റെ സംസ്കാരമല്ല. അപ്പോൾ ആ ഉന്നത സംസ്കാരം ഉള്ളവൻ ഇങ്ങനെ പെരുമാറാൻ പറ്റുള്ളൂ. ആരും പഠിപ്പിക്കണ്ട, നാച്ചുറലായിട്ട് അങ്ങനെ വരുള്ളൂ. ഓന് പക്ക ഫ്രോഡാണോ നീ? പോർക്കില്ലേ, പന്നിൻ്റെ സ്വഭാവമാണ്. പക്ക ഫോർക്കാണ്. പന്നീൻ്റെ സ്വഭാവമോ? അതെന്താണ്? പന്നി മോശപ്പെട്ട ജീവിയാണോ? ആദ്യത്തെ ചോദ്യം, പന്നി മോശപ്പെട്ട ജീവിയാണോ? പന്നി എന്തുകൊണ്ടാണ് മോശപ്പെട്ട ജീവിയാവുന്നത്? അതുപോലെ മറ്റേ പന്നി വൃത്തിയില്ലാത്ത സ്ഥലത്താണ് കിടക്കുന്നത്, അത് ആ ജീവിയുടെ പ്രത്യേകതയാണ്. പിന്നെ മുതല എന്താ സ്വിമ്മിംഗ് പൂളിലാണോ കിടക്കുന്നത്? മറ്റേ ഈ ഹിപ്പോപ്പൊട്ടാമസ് എന്താ ശുദ്ധമായ മറ്റേ ഫിൽട്ടർ ചെയ്ത സ്വിമ്മിംഗ് പൂളിലാണോ കിടക്കുന്നത്? ഒരുപാട് ജീവികളുണ്ട് വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുന്നത്. പിന്നെ കാട്ടിലെ എത്രയോ ജീവികൾ ചെളിയിലൊക്കെ കിടന്ന് ഉരുളുന്നുണ്ട്. അല്ല, ഈ പന്നി എന്തുകൊണ്ടാണ് മോശപ്പെട്ട ജീവിയാവുന്നത്? ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന പുരാതന ഒരു നാട്ടുരാജ്യമാണ് സ്പാർട്ട എന്ന് പറയുന്നത്. സ്പാർട്ടയെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സ്പാർട്ടൻസിൻ്റെ പ്രധാന മീലാണ് ബ്ലാക്ക് ബ്രോത്ത് എന്ന് പറയും. സ്പാർട്ടൻസ് ലോകത്തിലെ ഏറ്റവും ശക്തരായ പട്ടാളക്കാരാണ്. അവരുടെ മീലിൻ്റെ പേര് ബ്ലാക്ക് ബ്രോത്ത് എന്ന് പറയും. അതായത് ഈ പന്നി മാംസം, പന്നിയുടെ ഇറച്ചിയും പന്നിയുടെ രക്തവും പിന്നെ കുറച്ച് ഇലകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരുതരം സൂപ്പാണ് ബ്ലാക്ക് ബ്രോത്ത്. സ്പാർട്ടൻസിൻ്റെ ഏറ്റവും ഫേവററ്റ് ഭക്ഷണമായിരുന്നു ഈ പന്നി സൂപ്പ്, ഈ പന്നി മാംസം, പന്നിയുടെ ചോരയൊക്കെ കൊണ്ട് ഉണ്ടാക്കുന്ന ബ്ലാക്ക് ബ്രോത്ത്.
അപ്പോൾ എനിക്ക് പന്നീൻ്റെ സ്വഭാവവും അതിന് പന്നിയും ഈ എൻ്റെ സ്വഭാവമായിട്ട് എന്താ പന്നി എങ്ങനെയാണ് മോശമാവുന്നത്? അതൊന്ന് പറഞ്ഞു തന്നാൽ മതി. പന്നി എന്നുള്ള ജീവി എന്താണ് പന്നി എന്ന് പറയുന്ന ജീവിക്ക് മോശമെന്നൊന്ന് പറഞ്ഞു തന്നാൽ മതി. പന്നിയുടെ സ്വഭാവം അതെന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. മനസ്സിലായില്ലേ? ജനങ്ങളെ പറ്റിക്കാണ്, തിരുവനന്തപുരത്തുള്ള ജനങ്ങളെ പറ്റിച്ച് ജീവിക്കാണ് ഓന്. തിരുവനന്തപുരത്തുള്ള ജനങ്ങളെ ഞാൻ പറ്റിച്ച് ജീവിക്കുന്നു എന്ന്. അങ്ങനെ നിന്നെയൊക്കെ പോലെ പറ്റിക്കാനേ സംസ്കാരം ഇല്ലാത്തവനല്ല ഞാൻ. എനിക്ക് ഈ സൊസൈറ്റിയോട് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ഈ സൊസൈറ്റിയോട് ഒരു കടമയുണ്ട്, ആ കടമ നിർവഹിക്കുന്ന ആളാണ്. അല്ലാതെ നാട്ടുകാരൊക്കെ എങ്ങനെയാ ആയിക്കോട്ടെ, എനിക്ക് പണം ഉണ്ടാക്കി തിങ്ങണമെന്ന് ചിന്തിക്കുന്നേ സംസ്കാരം ഇല്ലാത്തവനല്ല. കർമ്മങ്ങളിലൂടെ ആർജിച്ചെടുക്കുന്നതാണ് ഉന്നത സംസ്കാരം. ഉന്നത സംസ്കാരം ഉള്ളവനെ ഇങ്ങനെ ചിന്തിക്കാനും പെരുമാറാനും പറ്റും. ഉന്നത സംസ്കാരം ഇല്ലാത്തവൻ എല്ലാവരും മുടിഞ്ഞാലും എനിക്ക് മാത്രം ഞണ്ണണമെന്ന് ചിന്തിക്കും. കാരണം എനിക്ക് ഉള്ളിൽ നിന്ന് ഇതൊക്കെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്, സ്വാഭാവികമായിട്ട് വരും. ഇതാരും പഠിപ്പിച്ചു തരണ്ട. അതാണ് ആ സംസ്കാരം എന്ന് പറയുന്നത്. അതാണ് തിരിച്ചറിയേണ്ടത്. കാരണം യൂട്യൂബിൽ ഒന്നും കണ്ട് ഞാൻ അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനോ പിടിക്കാനോ കഴിയാത്തവനാണ് ഈ സമൂഹത്തിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ട്. ഇത് നിങ്ങൾ കമൻറ്റിൽ റിപ്ലൈ തരേണ്ട കാര്യമാണ്. ഞാൻ സമൂഹത്തിന് കൊണ്ട് വെച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ യൂട്യൂബിൽ വന്ന് ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് ഇങ്ങനെ ആയി. എൻ്റെ ഔദാര്യത്തിലല്ലേ എവനെ 10 ആൾ അറിഞ്ഞ, അല്ലെങ്കിൽ എവനെ ആരറിയാൻ? ഈ യാസർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്നെ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ഞാൻ എവനെ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പേ എവനൊരു 10 പേർക്കെങ്കിലും അറിയായിരുന്നു. കുറേ ബോഡി ബിൽഡിങ് സ്റ്റെറോയിഡ് അടിക്കുന്ന കുറച്ച് പേർക്ക് അറിയാം. അല്ലാതെ എവൻ ഇങ്ങനെ ഒരുത്തൻ ഈ കേരളത്തിൽ മൊത്തം ഉണ്ടെന്ന് മലയാളികൾ മൊത്തം അറിഞ്ഞ ആര് കാരണം? ഞാൻ വിത്തൗട്ട് മീ എവനെ ആരും അറിയാൻ പോലും പോകുന്നില്ല. അവനാണ് പറഞ്ഞത് യൂട്യൂബിൽ ചുമ്മാ വന്നത്. എൻ്റെ സ്മരണ പോലും ഇല്ല, നന്ദി പോലും ഇല്ലാത്ത ഒരുത്തനാണ്. സംസ്കാരം ഇല്ലാത്തവന് ഏത് നന്ദി? ഇത് മാത്രമല്ല, ഇതിപ്പോൾ ഒരാൾ എവൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു തന്നെ, എവൻ്റെയൊക്കെ തനി സ്വരൂപം അയച്ചു തന്നെയാണ് ഒരാൾ. അപ്പോൾ ഇതുപോലെ പല ആളുകളടുത്തും എന്നെക്കുറിച്ച് വളരെ മോശമായിട്ട്, അത് എൻ്റെ പേരൻസിനെ ഉൾപ്പെടെ ഇവന്മാർ തെറി വിളിക്കുന്നത് അറിയാമല്ലോ. മറ്റേ ജോളം എന്ന് പറയുന്ന മുമ്പ് എൻ്റെ പേരൻസിനെ തെറി വിളിച്ചേക്കെ അറിയാമല്ലോ. വളരെ മോശമായിട്ട് സംസാരിച്ചത്. അതാണ് സംസ്കാരം ഇല്ല നമ്മളല്ലോ. സംസ്കാരം അങ്ങനെ എളുപ്പം കിട്ടൂല്ലോ. ഇതറിയണം, സംസ്കാരം വെറുതെ കിട്ടുന്നതല്ല. അപ്പോൾ അത് നല്ല കർമ്മങ്ങൾ, ശരിയായ കർമ്മങ്ങൾ ധർമ്മം അനുസരിച്ച് ചെയ്താലേ ഉന്നത സംസ്കാരം നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇത് വെറുതെ കിട്ടുന്നതല്ല. അപ്പോൾ ഉന്നത സംസ്കാരം ഇല്ലാത്തവൻ ഇതുപോലെ പെരുമാറും. അത് എനിക്ക് അത്ഭുതമൊന്നുമില്ല. ഈ പക്ക ഫ്രോഡ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? ഇവൻ്റെ പേരെന്നെ അത്രത്തോളം പക്ക ഫ്രോഡാണ്. അതിനെപ്പോലത്തെ ഫ്രോഡാണ് ആര്? നീയും. അവനെപ്പോലത്തെ ആളുകളെ പിടിച്ചും കാണ്ടി അതുപോലെ നടക്കുന്ന ആ പക്ക ഫ്രോഡ്. അപ്പം ആ യുവാവിനെയും കൂടെ ഫ്രോഡെന്ന് വിളിക്കുകയാണ്. അതായത് ഫാദർ ഓഫ് ബോഡി ബിൽഡർ ആയിട്ടുള്ള യൂജിൻ സാൻഡർ, ബോഡി ബിൽഡിങ്ങിൻ്റെ പിതാവ്, ബോഡി ബിൽഡിങ് എന്തിനാണോ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സമൂഹത്തിലെ യുവാക്കളെ ആരോഗ്യവാന്മാരാക്കാനും ഒരു പുരുഷന് അവൻ്റെ നാച്ചുറൽ ബോഡിയുടെ ബ്യൂട്ടി ബിൽഡ് ചെയ്യാനുമാണ് ബോഡി ബിൽഡിങ് യൂജിൻ സാൻഡറെ പോലുള്ള ലെജൻസ് ലോകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഈവിലാണ്. അപ്പോൾ ഇവനൊക്കെ പറയുന്നത് എന്താണ്? ഇഞ്ചക്ഷൻ എടുത്ത് അവൻ്റെ ഊത്ത ബോഡി കുണച്ച് അൺഹെൽത്തി ആക്കി സൊസൈറ്റിയെ മുടിപ്പിക്കാനാണ് അവനൊക്കെ ചെയ്യുന്ന പുണ്യപ്രവൃത്തി. ഇതിനൊക്കെ കമൻറ്റിൽ നിങ്ങൾ റിപ്ലൈ കൊടുക്കണം. നിങ്ങൾക്ക് രേഖപ്പെടുത്താനുള്ള സാധനമാണ് കമൻറ്റ് ബോക്സ്. ഫ്രോഡാണ് നീയെന്ന് പറഞ്ഞാൽ അതിനെപ്പത്തോളം ഫ്രോഡാണ്. താൻ ആരാടോ? കണ്ടാ, ആ യുവാവിനെയും ഫ്രോഡെന്നാണ് വിളിക്കുന്നത്. താൻ ആരാടാ? നീ ആരാടാ? ഒരു ഊത്ത സ്റ്റെറോയിഡ് കുത്തി, സ്റ്റെറോയിഡ് ഇല്ലെങ്കിൽ നീയൊക്കെ എന്താ? നീ എന്നൊരു വട്ട പൂജ്യമാണ്. എന്തായാലും എനിക്കൊരു അഭിമാനമുണ്ട് കേട്ടോ. എൻ്റെ ഈ ബോഡിയൊക്കെ സ്റ്റെറോയിഡ് അടിച്ചാലേ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇവന്മാർ ചിന്തിച്ചു. കാരണം ഇവന്മാർക്ക് അറിയത്തില്ല. ഇതിനെ ബുദ്ധിയും കൂടെ വേണം, മനസ്സിലായില്ലേ? ഏതൊക്കെ വർക്കൗട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് ഇതിന് തലച്ചോറും കൂടെ വേണം. അല്ല ചുമ്മാ എന്തെങ്കിലുമൊക്കെ കുറേ വർക്കൗട്ട് ചെയ്താൽ ഇങ്ങനെ വരത്തില്ല. അതിന് ബുദ്ധിയും കൂടെ ഉപയോഗിക്കണം. ഈ ബോഡി ഉണ്ടാക്കാൻ ഇത് വേണം, ഈ നാച്ചുറൽ ബോഡി ഉണ്ടാക്കാൻ ഇതിനകത്ത് സാധനം വേണം. ചുമ്മാ എന്തൊക്കെയോ വലിച്ചു ചെയ്താലും ബോഡിയൊന്നും വരത്തില്ല, മനസ്സിലായേ? അതും കൂടെയാണ് അവന്മാർ നോക്കുന്നത്. എന്തായാലും എനിക്ക് അതിൽ ഇതുണ്ട് കേട്ടോ. ഇവനെ പോലുള്ള ആളുകൾ പറയണേ ഇങ്ങനത്തെ ഒരു ബോഡി സ്റ്റെറോയിഡ് അല്ലാതെ ഒരിക്കലും വരത്തില്ല എന്ന്. കാരണം അത് എനിക്ക് ഏറ്റവും വലിയ ഒരു ഇതാണ്, ക്രെഡിറ്റാണ്. ആ ബ്രോൺസ് എറ ലെജൻസിൻ്റെ കൂട്ടത്തിൽ പോലും ഞാൻ ആയി കഴിഞ്ഞു എന്നുള്ള ഏറ്റവും വലിയ തെളിവാണത്. താൻ അവന് വലുതാണ്, അവനെ സപ്പോർട്ട് ചെയ്തിടോ. അത് തന്നെയാണ്, എന്നെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. നീ ആരടാ? നിന്റെ സമ്മതം വേണോ? ഞാൻ നിന്നോട് പറഞ്ഞു എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്നെ മനസ്സിലാക്കുന്ന ജനങ്ങളുണ്ടോ? ഏത് ജനങ്ങൾ? ഞാൻ ഒരു പോൾ ഇടാൻ പോവുകയാണ്. ആ പോള് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ പറയണേ. ഒന്ന്, ഫാദർ ഓഫ് ബോഡി ബിൽഡിംഗ് ആയിട്ടുള്ള യൂജിൻ സാൻഡർ, ബോഡി ബിൽഡിംഗ് എന്താണോ ഉണ്ടാക്കിയ അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ബോഡി ബിൽഡിങ്ങിന്റെ ഫാദർ, പിതാവ്, ആ മനുഷ്യൻ എന്തിനാണോ അത് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഞാൻ,
ഒരു സൈഡ്. മറു സൈഡ് ഇഞ്ചക്ഷൻ എടുത്ത് ആരോഗ്യത്തിന് വില കൊടുക്കാതെ ഇഞ്ചക്ഷൻ എടുത്ത് ഒരു കഴിവില്ലാതെ ഫേക്ക് മസിൽ ഉണ്ടാക്കി നടക്കുന്നവൻ മറു സൈഡ്. ജനങ്ങൾ ഈ ഇഞ്ചക്ഷൻ എടുത്ത് ഫേക്ക് മസിൽ ഉണ്ടാക്കി അൺഹെൽത്തിയായി സൊസൈറ്റിയെ മുടിപ്പിക്കുന്ന യവന്മാരെ സപ്പോർട്ട് ചെയ്യോ എന്നെ സപ്പോർട്ട് ചെയ്യോ? ഇപ്പം കമൻറ്റിൽ പറയണം. ജനങ്ങളുണ്ടോ? നേരെ ജനങ്ങൾ കുറേ സ്റ്റെറോയിഡ് അടിച്ച് നടക്കുന്നവനാണോ ജനങ്ങൾ? എടാ നീയൊക്കെ എന്ത് വിചാരം? എന്നെയൊക്കെ എത്ര പേര് സപ്പോർട്ട് ചെയ്യണമെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? എത്ര പേരാണ് സപ്പോർട്ട് ചെയ്യണമെന്ന് നിനക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല എത്ര പേരാണെന്ന്. 2-3 കുറേ സ്റ്റെറോയിഡ് അടിച്ചവന്മാർ മറ്റേ ഇങ്ങനെ നിൽക്കുകയാണ്. എത്ര പേരെന്നറിയാമോ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ 100 കണക്കിന് ആളുകളാണ് മെസ്സേജ് അയച്ചത്. 100 കണക്കിന് ഫുൾ സപ്പോർട്ടെന്ന് പറഞ്ഞ്. അവർ ഇന്ന പോലെ വാക്കുകൊണ്ടല്ല, അവർക്കറിയാം ഞാൻ ഈ സമൂഹത്തിന് ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ എന്താണെന്ന്. നിന്നെപ്പോലത്തെ ഓളകളെ സപ്പോർട്ട് എനിക്ക് വേണ്ട, മനസ്സിലല്ലേ? നിന്നെപ്പോലത്തെ കൈതകളെ സപ്പോർട്ട് എനിക്ക്. അപ്പം നിന്നെപ്പോലത്തെ കഴുതകളുടെ സപ്പോർട്ട് വേണ്ട. അതായത് പൊതുജനത്തെ, അതായത് മെജോറിറ്റി വരുന്ന ആളുകൾ, അതായത് നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്ത് യഥാർത്ഥ നാച്ചുറൽ ബോഡിയും ഹെൽത്തും ആരോഗ്യത്തെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന മെജോറിറ്റി വരുന്ന നിങ്ങളെയാണ് കഴുതയെന്ന് പറഞ്ഞത്. അപ്പം കഴുതയല്ലാത്തവരാരാണ് അവൻ്റെ ഭാഷയിൽ? ഈ സ്റ്റെറോയിഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന കുറേ ഇഞ്ചക്ഷൻ എടുത്ത് നടക്കുന്നവന്മാരാണ് കഴുതയല്ലാത്തവന്മാർ. ഇതിനുള്ള മറുപടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത ചോളമൻ്റെ വീഡിയോയിലോട്ട് നമുക്ക് പോവാം. അതിൽ ആദ്യം ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചുതരാം. ഞാൻ ബാക്കി ആ തെറിയൊക്കെ ബ്ലർ ചെയ്ത് വെക്കും കേട്ടാ. കാരണം ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് യൂട്യൂബിൻ്റെ റൂൾസ് തെറ്റിക്കാൻ പാടില്ലല്ലോ. ഇതാ അത് നമ്മുടെ സപ്പോർട്ടേഴ്സിലുള്ള ഒരാൾ ഇവന് മെസ്സേജ് അയച്ചതാണ്. ഇതാ ഓട് താ യോ, മനസ്സിലായല്ലോ? തായോ, അതായത് അവൻ്റെ തെറി വിളിച്ചിട്ട് നിൻ്റെ അമ്മയുടെ മുട്ടൻ തെറിയാണ്. അതായത് ഒരാളുടെ അമ്മയ്ക്കാണ് നേരെ ഇവൻ വിളിച്ചിരിക്കുന്നത്, ചോളമെന്ന് പറയുന്നവൻ. അടുത്ത വോയിസ്, ആ വോയിസ് ഒന്നും കേൾക്കാൻ പറ്റൂല. ബീപ്പ് സൗണ്ടിൻ്റെ അയ്യരി കളിയായിരിക്കും. വോയിസിൽ മൊത്തം ബീപ്പ് സൗണ്ട് ആയിരിക്കും. നിനക്ക് സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ട് പോവാ, ഞാൻ എൻ്റെ വെച്ച് തരാം, അമ്മക്കും കൊടുക്കും. അതായത് അമ്മയ്ക്കാണ്, ആ യുവാവിൻ്റെ പെറ്റമ്മയ്ക്കാണ് തെറി. അതായത് യുവമാരുടെ അമ്മയെ ചേർത്താണ് വിളിക്കുന്നത്. ഇവിടെ കിട്ടിയില്ലേ? കണ്ടാ, വാ തുറന്ന തെറി മാത്രമാണ്. കണ്ടില്ലേ? ഇതാണ് യുവമാരുടെ സംസ്കാരം. പിന്നെ സംസ്കാരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ സംസ്കാരം നിസ്സാര കാര്യമല്ല. അപ്പോൾ ഉന്നത സംസ്കാരത്തിലോട്ട് എത്തിയാൽ സ്വാഭാവികമായിട്ട്, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ മോശപ്പെട്ട സാഹചര്യത്തിൽ വളർത്തപ്പെട്ടാലും നമ്മുടെ സംസ്കാരം, നമ്മൾ അനേകം ആൻസിസ്ട്രി ജന്മങ്ങളെടുത്ത് കർമ്മങ്ങൾ ചെയ്ത് വന്നുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സംസ്കാരം ഉന്നതമായിരിക്കും. മോശപ്പെട്ട സാഹചര്യത്തിൽ വളർന്നാലും നമ്മുടെ സംസ്കാരം ഉള്ളിൽ കിടക്കുന്ന അതാണല്ലോ, അതേ വെളി വരുള്ളൂ. അപ്പോൾ സംസ്കാരം ഇല്ലാത്ത ഉന്നതകരം സമൂഹത്തിനോ ലോകത്തിനോ ഒരു നന്മയില്ലാതെ ആരെ പറ്റിച്ചായാലും ആര് സൊസൈറ്റി നശിച്ചാലും എനിക്ക് കുറേ പണം ഉണ്ടാക്കി എനിക്ക് സുഖിക്കണമെന്ന് ചിന്തിക്കുന്ന സെൽഫിഷായിട്ടുള്ള ചിന്തയുള്ള സംസ്കാരം ഇല്ലാത്തവന്മാരാണ് ഇതൊക്കെ പറയുന്നത്. കണ്ടില്ലേ? എന്നെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. സ്വന്തം അമ്മയ്ക്കും അച്ഛനൊക്കെയാണ് അവന്മാർ ഡയറക്റ്റായിട്ട് തെറി വിളിക്കുന്നത്. മുമ്പ് എന്നെ അമ്മയെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ അവന്മാർ, ഈ യൂറോപ്യൻ മറ്റേ നമ്മുടെ മിക്സിൻ്റെ കാര്യമൊക്കെ. അപ്പോഴും പറയുന്നത് എനിക്ക് മാത്രം ഉണ്ടെന്നൊക്കെയാണ് ഇവന്മാരൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓർമ്മയുണ്ടല്ലോ? അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് യവന്മാരുടെയൊക്കെ തനി സ്വരൂപം. അപ്പോൾ യവന്മാർ പാവമാണ്, ശുദ്ധരാണെന്നൊക്കെ കുറേ എന്ത് കണ്ടിട്ടാണ് പറയണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ പറയുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ യവന്മാർ ആരാണെന്ന് തിരിച്ചറിയണം, മനസ്സിലായില്ലേ? യവന്മാരെപ്പോൾ ഉള്ള ആൾ. പിന്നെ വേറെ കുറേ എണ്ണം ഇതുപോലെ വേറെ കുറേ എണ്ണം പച്ചത്തെറി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് പച്ചത്തെറി എന്ന് പറഞ്ഞാൽ തന്തയ്ക്കും തള്ളയ്ക്കും ഇങ്ങനെ വിളി. ഞാൻ തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോവില്ല. റിപ്ലൈ എടുത്താൽ ഇതുപോലെ എൻ്റെ വോയിസും പ്രചരിക്കും. അതായത് പിന്നെ നമുക്കിപ്പോൾ അഭിനയിച്ച് റിപ്ലൈ കൊടുക്കേണ്ടി വരും. സ്വാഭാവികമായിട്ട് നമുക്കൊരു സംസ്കാരം ഉണ്ടല്ലോ. പിന്നെ ഈ വരുന്നവൻ ഈ ഇഞ്ചക്ഷൻ എടുത്തവനാണല്ലോ, ഭയങ്കര തെറിയാണ്. തള്ളയ്ക്കും തന്തയ്ക്കും ഒക്കെ ഇഷ്ടം പോലെ കുറേ എണ്ണം. എനിക്കൊന്ന് ഈ യാസർ എന്ന് പറയുന്നവൻ പറഞ്ഞു വിട്ടേയിരിക്കും കുറേ എണ്ണത്തിനെയൊക്കെ, അല്ലെങ്കിൽ യവന്മാർ പറഞ്ഞു വിട്ടേയിരിക്കും കുറേ എണ്ണം സ്റ്റെറോയിഡ് അടിച്ചവന്മാർ തെറി വിളിക്കുകയാണ്. എനിക്ക് പറയാനുള്ള കാര്യം, നീയൊക്കെ ആരെന്നാ വിചാരം? ഈ പൊതുസമൂഹം മൊത്തം എൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ എൻ്റെ മറ്റാശയങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളായിട്ട് ആളുകൾക്ക് എതിർപ്പായിരിക്കും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഈ പൊതുസമൂഹം മൊത്തം എൻ്റെ കൂടെയാണ്. ഈ സമൂഹം മൊത്തം നിൽക്കുന്ന ഇത്രയും ശക്തരായിട്ടുള്ള എൻ്റെ കൂടെ ഈ പൊതുസമൂഹം മൊത്തം നിൽക്കുകയാണ്. ഈ പൊതുസമൂഹവും നിൽക്കുന്ന ഈ 2 സ്റ്റെറോയിഡ് അടിച്ച് ഇഞ്ചക്ഷൻ എടുത്ത നീയൊക്കെയാണ് നിൽക്കുന്നത്. മനസ്സിലായില്ല? ഇനി വേറെ കുറേ എണ്ണം എന്നിട്ട് ഞാൻ മറ്റേ ലൂ മാളിൽ പോവും, എന്നെ എന്തോ ചെയ്ത് കളയും. ചെയ്തിട്ട് എടാ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം എത്രയെന്ന് അറിയാമോ? ഈ പൊതുസമൂഹം മൊത്തമാണ്. ഇനി എൻ്റെ നേരത്തെ തൊട്ടിട്ട് നീയൊക്കെ ജീവിക്കുമോ? എവിടെ നിന്നൊക്കെ വരുമെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ. അത്ര ആൾക്കാരുണ്ട്, അത്ര ആൾക്കാർ. മനസ്സിലായില്ലേ? അത് ഓർമ്മ വേണം. പിന്നെ നീയൊക്കെ വിചാരിക്കും എനിക്ക് കുറേ ഹെയ്റ്റേഴ്സ് ഉണ്ടെന്ന്. അതിപ്പോൾ ഞാൻ പറഞ്ഞ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ആളുകൾക്ക് എതിർപ്പ് കാണും.
പക്ഷേ ഈ ബോഡി ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ ആർക്കും എതിർപ്പില്ല. അവിടെ എല്ലാവരും ഒറ്റക്കെട്ടാണ്, അത് ഓർമ്മ വേണം. അല്ലാതെ എനിക്ക് കുറേ ഹെയ്റ്റേഴ്സ് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഹെയ്റ്റായിട്ട് എൻ്റെ വേറെ പല പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വന്നു, ആ പേരിൽ യവനെ ഇനി ആര് സപ്പോർട്ട് ചെയ്യാൻ തെറ്റിദ്ധരിക്കണ്ടേ. ഈ ബോഡി ബിൽഡിങ്ങിൻ്റെ കാര്യത്തിലേ പൊതുസമൂഹം ഒറ്റക്കെട്ടാണ്. നിൻ്റെയൊക്കെ ഈ മറ്റേ വേലത്തരം ഈ തെറി വിളിച്ച്, അതായത് ഈ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവനെ നിനക്കെന്നും ഇതിനകത്തൊരു ശേഷിയില്ലെന്നറിയാം. നിനക്കൊക്കെ ആ പടം ഉള്ളത് നിനക്ക് സംസ്കാരം ഇല്ലാത്തവന്മാരാണ്. വാ തുറന്നാൽ തെറി മാത്രമേ വിളിക്കാൻ അറിയാവൂ. മനസ്സിലായല്ലോ? ഇതാണ് ഇവൻ്റെയൊക്കെ എക്സ്പോസ്, ഇവൻ്റെയൊക്കെ തനി നിറം മനസ്സിലായല്ലോ. ഇതാണ് എനിക്ക് ഇന്നത്തെ വീഡിയോ പറയാനുള്ളത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ഓക്കെ ഫ്രണ്ട്സ്, സീ യു.